ഹായ് നമസ്കാരം. ഞാൻ റഷീദ് റെഡ് മീഡിയ. ഇന്നെൻ്റെ കൂടെയുള്ളത് ലാക്ബേ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ CMD അസീസ് പുതുക്കിരിയാണ്. 3 വർഷം മുമ്പ് നമ്മളെടുത്തൊരു പ്രൊജക്റ്റ് ഏൽപ്പിച്ച് വന്ന സമയത്ത് അത് സംതൃപ്തിയോട് കൂടി ചെയ്തു കൊടുക്കാൻ സാധിച്ചു. ഇന്ന് 3 വർഷത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അസീസ് ഭായിയോട് ചോദിച്ചറിയാം. അസീസ് ഭായ്, 3 വർഷം കഴിഞ്ഞു ലാക്ബേക്ക് ജന്മം നൽകിയിട്ട്. എന്താണ് ഈ ഒരു 3 വർഷത്തിൽ ആ ഒരു ബ്രാൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും? അൽഹംദുലില്ലാ 3 വർഷമായി നന്നായി പോകുന്നുണ്ട് കമ്പനി. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നന്നായി പോകുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഒരു അഭിമാനമായ സാധനം പറയാം, അതിൻ്റെ ലോഞ്ചിങ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ 1.5 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് ശരിക്ക് ആയുർവേദശാല. അതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചത്. അത് നിങ്ങളൊരു നിർബന്ധ ബുദ്ധിയായിരുന്നു. കോട്ടയ്ക്കൽ നിന്ന് വളരുന്നൊരു ബ്രാൻഡ്, ആ കോട്ടയ്ക്കലിലെ ഏറ്റവും വലിയൊരു സ്ഥാപനത്തിൻ്റെ ചീഫ് ട്രസ്റ്റി അല്ലേ, അത് ഇന്നും ഭയങ്കരമായിട്ട് നമ്മൾ ആൾക്കാർ അതൊരു ക്വാളിറ്റി ഫീൽ ചെയ്തൊരു സാധനമാണ്. ഇന്നും അതിൻ്റെ ഫോട്ടോസ് നമ്മൾ പ്രൊഫൈലിൽ കാണുമ്പോൾ ആളുകൾ നമ്മൾ അത്രയും പിന്നെ ജെന്യൂനായ കമ്പനിയാണെന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നമ്മൾ ചെയ്തൊരു സാധനത്തിന് റിസൾട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് കസ്റ്റമർ അടുത്ത് നിന്ന് തന്നെ കേൾക്കുമ്പോൾ. ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവെ അവർ പ്രൈവറ്റ് കമ്പനികളുടെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാറില്ല. ഒരു പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും. അടുത്തൊരാളോട് ചോദിച്ചു, നമ്മൾ തെലുങ്കാന പോയപ്പോൾ ഒരു കസ്റ്റമർ, പിന്നെ അവർ ഈ ആര്യശാലൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മാനേജിംഗ് ട്രസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ എങ്ങനെ പുള്ളിക്കാരായിട്ടൊക്കെ എങ്ങനെ എല്ലാവരും ഭയങ്കര ക്വാളിറ്റിയുള്ള പേഴ്സൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴും അത് 3 വർഷം കഴിഞ്ഞിട്ടും ലോഞ്ചിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണം കൂടെ. ഏഷ്യയിലെ ഏറ്റവും തലമുറ കൈമാറ്റം ചെയ്യപ്പെട്ടുള്ള പാരമ്പര്യമുള്ള മുറ്റത്തെ മുലക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറഞ്ഞ ആര്യശാലയാണ്. ഏകദേശം 3 തലമുറ കൈമാറിയിട്ട് നിൽക്കുന്ന 100 ചില്ലാൻ വർഷത്തെ പാരമ്പര്യം. അങ്ങനെ ഏഷ്യയിൽ വേറൊരു ബിസിനസ് അതിനോട് കോമ്പീറ്റ് ചെയ്യാനില്ല. അന്ന് നിങ്ങളൊരു ആശങ്ക പറഞ്ഞിരുന്നു, ഇത്രയും വലിയൊരു പൈസയൊക്കെ തുകയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ, പിന്നെ ഇത്രയൊക്കെ ഫോക്കസ് ചെയ്യണോ ഈ ഒരു ബ്രാൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ. അന്ന് നമ്മൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല, ഇത് ഈ സ്പെൻഡിങ് നിങ്ങൾക്ക് മാർക്കറ്റിന് തിരിച്ചു തരുന്നുള്ളൂ. അതിപ്പോൾ ഈ ഒരു 3 വർഷം കഴിയുമ്പോൾ യാഥാർത്ഥ്യം തോന്നുന്നു. തീർച്ചയായും ഭയങ്കര വാല്യൂ കിട്ടിയതല്ലോ നമുക്ക്, നമ്മൾ ഉള്ളത് പറയണല്ലോ. ഞാൻ 1.5 വർഷം മുന്നേ ഡൽഹിയിൽ പോയപ്പോൾ MSMയുടെ ഡയറക്ടർ, ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു മീറ്റിംഗാണ്, ഞങ്ങൾ അസോസിയേഷൻ്റെ ഡൽഹി മീറ്റിങ്ങിന് പോയപ്പോൾ അതിൽ MSMൻ്റെ ഇന്ത്യയിലെ നാഷണൽ ഡയറക്ടർ, അദ്ദേഹം നമ്മളെ വിസിറ്റിംഗ് കാർഡും നിങ്ങളുണ്ടാക്കിയ പ്രൊഫൈലുണ്ട്, നമ്മളെ പ്രൊഫൈലും കണ്ടിട്ട് പിന്നെ അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു. അവിടെ തന്നെ ചോദിച്ചു ആരാ ചെയ്തൊക്കെ ചോദിച്ചു, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിയാണ്, നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തു അറിയില്ല. അപ്പോൾ അതൊക്കെ ആ കൂട്ടത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ പ്രൗഡാണ്. ഇതൊന്നും നമ്മൾ പൈസ കൊടുത്താൽ കിട്ടൂല. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് ഏതെങ്കിലും ചെറിയ ലോക്കൽ ടീമിനെ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കാം. പക്ഷെ ഇതാ ലോങ് ടേമിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 3 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ആ ഡിസൈനും ബ്രാൻഡും ഈ 2026 പിന്നെ മാറ്റേണ്ട ഒരു ഗതികേട് നമുക്ക് വന്നിട്ടില്ല. അത് ഭയങ്കര ഒരു പ്രൗഡ് തന്നെയാണ്. നമ്മൾ ലോങ് ടേം വിഷൻ വെച്ചിട്ട് മുന്നോട്ട് പോകാറുള്ള അത്ര നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ കൂടി സംസാരിച്ചപ്പോൾ നിങ്ങൾ ബിസിനസ്സിനൊക്കെ അപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഒരു ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് പെരുമാറിയതുകൊണ്ടാവാം ഒരു പക്ഷേ അത്ര ഒരു വോളിയം കിട്ടിയത്, നമുക്ക് ഒരു വാല്യൂ കിട്ടിയത്. നമ്മളുടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ കസ്റ്റമർ അടുത്ത് പറയാം, നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാവും, ഇപ്പോൾ എനിക്കൊരു താല്പര്യമുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്നൊരു ക്രിയേറ്റീവ് ഡയറക്ടർക്കോ ഡിസൈനർക്കോ ഓരോ താല്പര്യങ്ങൾ, ഓരോ കളേഴ്സിലുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ വരണം എന്നുണ്ടാവും. അവിടെ നമ്മൾ പറയില്ലേ, നിങ്ങളെ ഇന്ത്യൻ ഇഷ്ടത്തിന് ഇവിടെ ഒരു പ്രാധാന്യമില്ല. അതെ, ഇത് മാർക്കറ്റ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, ആ കാര്യത്തിൽ ബ്രാൻഡിൻ്റെ ഓഡിയൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് കസ്റ്റമർ അവരുടെ ഒരു ടേസ്റ്റ് എന്താണ്, അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അവരുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റാണ് 100%. അതിനനുസരിച്ച് നമ്മളൊരു ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാറുള്ളത്. നമ്മൾ സാധാരണ എല്ലായിടത്തും ഒരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് കൊണ്ടുകൊടുത്താൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് പറയുന്നത് അത് മാത്രം ചെയ്തിട്ട് സംഭവം ഉണ്ടായാലും നമ്മൾ എന്താണോ പറഞ്ഞാൽ അത് ചെയ്തു തരും, അല്ലെങ്കിൽ എന്താണോ കൊടുത്ത് ശരിക്ക് ഇപ്പോഴത്തെ എല്ലാ ബിസിനസ്സിനും പറ്റിയൊരു സാധനമാണ്. നമ്മളെ ആവശ്യങ്ങളാണ് മനസ്സിലാക്കി. അതെ. എനിക്ക് അന്ന് ആവശ്യമില്ലായിരുന്നു, എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്തൊരു ഗ്ലോബലൈസ് വളരുന്ന ഒരു കമ്പനിയാണ്, ഔട്ട് ഓഫ് സ്റ്റേറ്റിലൊക്കെ പോകുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതൊരു പക്ഷേ നിങ്ങൾ എൻ്റെ സുഹൃത്തായതുകൊണ്ട് എനിക്കതൊരു ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ് നമ്മൾ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ, നമ്മളെ പ്രതിസന്ധി സമയത്ത് ഇത്ര നല്ലൊരു ബ്രാൻഡ് ഉണ്ടാക്കി തരാൻ നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ വരുന്നൊരു സിറ്റുവേഷൻ അന്ന് അങ്ങനെയാണ്. അത് കാരണം ഒരു ഒരു ബ്രാൻഡിനെ അത്രയും ഉയരങ്ങളിൽ എത്തിച്ചിട്ട് പിന്നെ അത് എവിടെയും എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വേറൊരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ
നമുക്ക് ഓരോരുത്തരുടെ പാഷന് കറക്റ്റ് അളക്കാൻ പറ്റും. ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ. അപ്പോൾ അവർക്ക് നീഡായിട്ടുള്ളത് എന്താണെന്നുള്ളത് മാർക്കറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ സാധനത്തിലേക്ക് വരിക. അപ്പോൾ അന്ന് അങ്ങനെയാണ് നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ പോകും, മാർക്കറ്റ് ചെയ്യാൻ പോകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനൊരു ഗ്ലോബൽ പേസ് ഉള്ള ഒരാളായിരിക്കണം നിങ്ങളെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു നിർദ്ദേശം നമ്മൾ വെക്കുന്നതും. നമ്മളെ മെയിൻ ചിലപ്പോൾ നമ്മൾ ഈ കോട്ടക്കലങ്ങാടി മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു മലപ്പുറം ജില്ല മാത്രമായിരിക്കും. നിങ്ങൾ ഇത് പഠിക്കുന്നതുകൊണ്ടും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നതുകൊണ്ടും നിങ്ങളെ വിഷൻ ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാം കൂടിയായിട്ട് വരുമ്പോൾ നമുക്കൊരു സാധനം ഉണ്ട്, ഒരു സൃഷ്ടിപ്പാണല്ലോ സാധനം. ശരിക്കും പഠിച്ചോ മാത്രം ചെയ്യുന്ന സാധനമാണ് സൃഷ്ടിപ്പ്. ഇത് നിങ്ങൾ ചെയ്തുണ്ടാക്കി തരുമ്പോൾ അതിലൊരു ക്വാളിറ്റി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് എല്ലാ കാര്യത്തിലും. ഇപ്പം നിങ്ങൾ അതിന് ശേഷം ഉണ്ടാക്കി നമ്മൾ പോസ്റ്റേഴ്സ്, നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുകൾ, ഇന്നും ആ ഒരു ബേസ് മാഷാ അല്ലാ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇതിപ്പോൾ ഇങ്ങനൊരു ടോക്ക് നമ്മളെല്ലാ ക്ലയൻസിനെയും ഈ ഒരു വേദിയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കണം. അതിലും ഒരുപാട് നന്ദി. നമ്മളെ തിരഞ്ഞെടുത്തില്ല, കാരണം 3 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്തിട്ട് അറിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷം. ഇതിൽ എനിക്കെപ്പോഴും കിട്ടുന്നൊരു കിക്ക് ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയ ബ്രാൻഡുകൾ സക്സസ് ആയിട്ട് മാർക്കറ്റിൽ ഇങ്ങനെ റൺ ചെയ്യാന്ന്. ഞാൻ കുറേ ആൾക്കാർ റെഫർ ചെയ്തിട്ടുണ്ട്, എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി നിങ്ങൾ റെഡിമീഡിയം ചെയ്യണമെന്ന് പറഞ്ഞതല്ല, നമ്മളെ ലോഗോ നമ്മളെ ബ്രാൻഡ് കണ്ടിട്ട് ഇത് എവിടുന്ന ചെയ്ത് എങ്ങനെ ചെയ്ത് എന്നൊക്കെ ചോദിച്ച ആളുകൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പൊതുവെ ഒരു പ്രോജക്റ്റ് ഔട്ടായി കഴിഞ്ഞാൽ 1 or 2 അതിന്മേന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ ബിസിനസ് വരാറുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ഓൺ ബോർഡ് ആയ പ്രോജക്റ്റ് അസീസ് ഭായിയുടെ റെഫറൻസ്. നിങ്ങൾ അറിയാതെ പെട്ടതാണ്, കാരണം നിങ്ങളെ ഡിസൈൻ കണ്ടിട്ടാണ് സാധനം ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ അത് വന്ന പ്രോജക്റ്റ് എനിക്കൊരു 4-5 പ്രോജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം. അത് ടോട്ടൽ നിങ്ങളെ റെഫറൻസിലൂടെ മാത്രം ആ ലാക്ക് ബേ കണ്ടിട്ട് വന്ന പ്രോജക്റ്റുകളാണത്. അതൊക്കെ വലിയ പ്രോജക്റ്റുകളുണ്ട്, ഏകദേശം നല്ല എമൗണ്ടിന്. കണ്ണൂരിൽ ഒരു ടീം എന്നോട് സിമിലാരിറ്റി, നമ്മുടെ ലോഗോന്റെ സിമിലാരിറ്റി പറഞ്ഞിട്ട് നമ്മൾ വെല്ലുവിളിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ എവിടെ തപ്പിക്കോളി ഈ സാധനം കിട്ടൂല എന്ന് പറഞ്ഞിട്ട്, ഏതൊരു ഗൾഫിലെ കമ്പനിയുടെ കോപ്പിയാന്ന് പറഞ്ഞിട്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി അഷുറൻസ് തന്നെ അത് തന്നെയാണ്. അതായത് ഇതിൻ്റെ മാക്സിമം സെർച്ചിങ് നമ്മൾ ഓരോ സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ടോ എന്നുള്ള അത്രയും ചെക്ക് ചെയ്യും. എന്തെങ്കിലും ഒരു സിമിലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ട് അടുത്ത കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യുക ചെയ്യാം. പിന്നെ ചെറിയ രീതിയിലുള്ള ചില സംഗതികൾ തോന്നിപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റും ഇതിന്നതാണ് എന്നുള്ളത്, അല്ലാതെ ഒരിക്കലും ഒരു സിമിലർ ആയിട്ട് സാധനം വരില്ല. ഒരു മിനിമം ഒരു 10 വർഷമെങ്കിലും നിങ്ങൾക്ക് ഔട്ട്ഡേറ്റഡ് അല്ല, ആ ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു മിനിമലിസ്റ്റിൽ കോൺസെപ്റ്റിൽ തരണം. ഇതൊക്കെ നമ്മുടെ ടീമിൻ്റെ ഒരു റെഡ് മീഡിയൻ്റെ ഒരു നിർബന്ധമാണ് ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തായാലും വളരെ സന്തോഷം ഈ ഒരു വേദിയിലേക്ക് എത്തിയതിനും നിങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മളെ ഈ 3 വർഷം കഴിഞ്ഞ് നമ്മളെ ഫോളോ ചെയ്ത് പിന്നാലെ കൂടി ബ്രാൻഡ് എങ്ങനെയുണ്ട് ചോദിക്കണ്ടല്ലോ, അതന്നെ നിങ്ങൾ പൈസയും വാങ്ങി പറ്റിയിട്ടും ഉണ്ടാതിരിക്കലല്ലോ ചെയ്ത്. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇത് തന്നെയാണ് ശരിക്കും ഒരു എന്താ പറയുക, ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്നൊക്കെ പറയാം. നിങ്ങൾ നമുക്ക് തരുന്നു, ഞങ്ങൾക്ക് കൊടുക്കും, ആ ഒരു സാധനം ഭയങ്കര സന്തോഷം. എന്തായാലും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ. എന്താ പറയുക, സപ്പോർട്ട്. നമ്മളൊരു പുതിയ ബ്രാൻഡ് വരുന്നുണ്ട്, അത് നമുക്കൊന്ന് സെറ്റ് ആക്കണം. തീർച്ചയായിട്ടും നമ്മൾ 2ാമത്തെ ബ്രാൻഡ് കൂടി റെഡിയാക്കുന്നുണ്ട്.